പാരമ്പര്യമായി വന്ന ചില ശാപത്തിൻ്റെ തിക്തഫലങ്ങൾക്ക് എസ്തേർ എന്ന സഹോദരിയുടെ തലയിലുള്ള കിരീടത്തിലൂടെ ദൈവം മറുപടി നൽകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ലഭിക്കപ്പെടേണ്ട നന്മ, ലഭിക്കപ്പെടേണ്ട ജോലി, ലഭിക്കപ്പെടേണ്ട അനുഗ്രഹങ്ങൾ ലാസ്റ്റ് നിമിഷം തട്ടിത്തെറിക്കപ്പെട്ട പോലെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അർഹമായി ലഭിക്കപ്പെടേണ്ട ചിലത് ലഭിക്കാതെ പോയി, അതിന് വിപരീതമായിട്ട് ചില സംഭവിച്ചു. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ മെസ്സേജ് നിങ്ങളെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തുന്ന സന്ദേശമായിരിക്കും. എസ്തേർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രമാണ്. ബൈബിളിൽ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളാണ് എസ്തേറും രൂത്തും. രൂത്തിനെ കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നു. ഇന്ന് എസ്തേറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം എന്ന പദം എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയത്തില്ല. എന്നാൽ ഇത്രമാത്രം വലിയ ദൈവപ്രവൃത്തി എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അടിമയായിട്ട് അവളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ ചിന്തിക്കുക, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തേ എൻ്റെ ഈ നല്ല കരങ്ങളിൽ ചങ്ങല കിടക്കുന്നത്? ആമേ ഓടിച്ചാടി നടക്കണ്ട, ചാടി നടക്കണ്ട, ആമേ കളിച്ച് ചിരിച്ച് നടക്കണ്ട, ഞാൻ എൻ്റെ ഈ കാല് വീങ്ങി ദീർഘമണിക്കൂറുകൾ, ദീർഘ ദിവസങ്ങൾ ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്? ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ലേ? ഇതൊക്കെ ഒരുപക്ഷെ എസ്തേറിനെ തിരിഞ്ഞ് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങളായിരിക്കാം. പക്ഷേ അതെല്ലാം ദൈവം മറുപടി പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? ഒരു വസ്തിയെ മാറ്റിയിട്ട് ആമേൻ എസ്തേറിനെ തിരഞ്ഞെടുത്തിട്ട് അവളുടെ തലയിലേക്ക് ആ കിരീടം വെച്ചതിലൂടെയാണ്. ദൈവത്തിന് ഒരു നിമിഷം മതി നമ്മുടെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ. പക്ഷെ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എപ്പോഴാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കും, പക്ഷെ കർത്താവിൻ്റെ ടൈമിലായിരിക്കും കർത്താവ് എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ആ ഭാഗം നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മൊർദെഖായി എന്ന് പറയുന്ന തൻ്റെ ആ ചിറ്റപ്പൻ, ഹല്ലേലൂയ, ഏറ്റവും നല്ല രീതിയിൽ എസ്തേറിനെ വളർത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് അവളുടെ മേലൊരു ദൈവ സാന്നിധ്യം തളം കെട്ടി നിന്നു. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഒന്നിൻ്റെ മുമ്പിലും അതിനെ അടിയറ വെക്കരുത്, ഒന്നിൻ്റെ മുമ്പിലും അതിനെ കുഴിച്ചിടരുത്. ദൈവ സാന്നിധ്യത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല, ദൈവ സാന്നിധ്യത്തിന് തുല്യമായിട്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ച്, ദൈവ സാന്നിധ്യത്തെ ഹല്ലേലൂയ നാമെ ടേസ്റ്റ് ചെയ്ത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. എസ്തേറിനെക്കാട്ടി ഒത്തിരി സുന്ദരിമാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ രാജാവിൻ്റെ ഹൃദയം പോയത്, രാജാവിൻ്റെ മനസ്സ് ചാഞ്ഞത് എസ്തേറിൻ്റെ മേലാണ്. എന്താ കാരണം എന്നറിയാമോ? അവളുടെ മേൽ വ്യാപരിച്ച ദൈവ സാന്നിധ്യം, അവളുടെ മേൽ വ്യാപരിച്ച ദൈവിക പ്രീതി. തന്നിമിത്തമോ തലയിലേക്കൊരു കിരീടം വരികയാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ് ചങ്ങലയിൽ പിടിച്ചോണ്ട് വരുമ്പോൾ അവളുടെ കൈകൾ ചുമന്നിട്ടുണ്ടായിരിക്കാം, അവളുടെ കൈകൾ വീങ്ങിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ കിരീടത്തിന് വേണ്ടി ആയിരുന്നല്ലോ എന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ പ്രിയ ദൈവമക്കളെ, ചില പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ, ചില വിഷമങ്ങളിലൂടെ പോകുമ്പോൾ ഇപ്പോൾ മനസ്സിലാകത്തില്ല ഒരു വലിയൊരു നന്മയിലേക്കാണെന്ന്, വലിയൊരു അനുഗ്രഹത്തിലേക്കാണെന്ന്. പക്ഷേ ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം എന്ത് ചെയ്യും? വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. ആ കർത്തൃകരങ്ങളിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ, ആമേൻ. പിന്നത്തേതിൽ യഹൂദ ജനത്തിൻ്റെ വിടുതലിന്, ആമേൻ, മൊർദെഖായിയുടെ വിടുതലിന്, ആമേൻ, ഹാമാനെ തകർക്കുന്നതിനൊക്കെ ഈ ഹദസ്സ എന്ന് പറയുന്ന എസ്തേറിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഈ ദൈവം നമ്മുടെ ദൈവം, ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളവനാ, കരുത്തുള്ളവന്. ആ കർത്തൃകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, വളരെ വ്യക്തമായി, വളരെ ഹൃദ്യമായി, വളരെ ആഴമായി തൊട്ടുണർത്തി സംസാരിച്ചതിനായിട്ട് നന്ദി. മഹത്വം അങ്ങേക്ക്. വലിയ ദൈവപ്രവൃത്തി കാണട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00
23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.